കുറേയധികം നാളുകളായി എലിസബത്ത് സ്വന്തം യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ട് ആ പരാതിക്കൊക്കെ ശേഷം ഇപ്പോഴിതാ എലിസബത്ത് ഒരു പുത്തൻ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. എന്നാൽ അതിന് പിന്നാലെ തന്നെ അമൃതയും പരാതിയുമായി എത്തിയിരിക്കുന്നു. ഇതെല്ലാം വല്ലാത്ത ഒരു കോയിൻസിഡൻസ് ആണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഇപ്പോൾ എലിസബത്ത് പങ്കുവച്ചിരിക്കുന്ന വീഡിയോയുമായി അമൃത പങ്കുവയ്ക്കുന്ന പരാതിയുമായും യാതൊരു ബന്ധവുമില്ല. എന്നാൽ എല്ലാം ബാലയ്ക്കെതിരെ പറയുന്നത് പോലെ എലിസബത്ത് ബാലയുമായുള്ള വിവാഹശേഷം വല്ലാതെ വണ്ണം വെച്ചിരുന്നു. ശരിക്കും സ്ട്രെസ്സാണ് എലിസബത്തിൻ്റെ വണ്ണത്തിന് കാരണമെന്ന് അന്ന് മുതൽ പ്രേക്ഷകർ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ബാലയുമായി വേർപിരിഞ്ഞതിന് ശേഷം എലിസബത്ത് തൻ്റെ കരിയറൊക്കെ നോക്കി നന്നായി പോവുകയാണ്. ഇപ്പോഴിതാ വീണ്ടും വെയിറ്റ് ലോസ് ജേണിയിലേക്കാണ് എലിസബത്ത് എത്തുന്നതെന്ന് അറിയിക്കുന്നു. എന്നാൽ ഇപ്പോൾ അതിനു പിന്നാലെ തന്നെ അമൃത ബാലയ്ക്കെതിരെ നിയമപരമായി തന്നെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ അറിയുകയും എല്ലാവരും ബാലയെക്കുറിച്ച് കരുതിയിരുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ബാല എന്ന് പറയുന്ന വ്യക്തി അച്ഛനെന്ന നിലയിൽ ഒരുപാട് മകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ എവിടെയെന്ന് ഇപ്പോൾ പ്രേക്ഷകരും ചോദിക്കുന്നു. അമൃത പറയുന്നത് പോലെ അതൊക്കെ തന്നെ കള്ളമായിരിക്കാം. അമൃതയ്ക്ക് ആ കാശുകൊണ്ട് മകളുടെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എന്നാൽ അമൃതയും ബാലയും ഒരുമിച്ച് തുടങ്ങിയ മകളുടെ പേരിലുള്ള FD ഇപ്പോൾ എവിടെയെന്ന് അമൃതയ്ക്ക് തീർച്ചയായും അറിയണം. അതുപോലെ അമൃതയുടെ ഒപ്പോടുകൂടി, അതായത് അമൃതയുടെ ഏറ്റവും വലിയ വാല്യൂ ആയിട്ടുള്ള സിഗ്നേച്ചർ കള്ളനാമം ആക്കിയാണ് ഇപ്പോൾ ബാല അത് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അതൊക്കെ എന്തർത്ഥത്തിലാണ്? മകൾക്ക് പ്രായപൂർത്തിയാകാൻ മാത്രമേ അതെടുക്കാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതൊക്കെ തെറ്റിദ്ധരിപ്പിച്ചും അതെല്ലാം തന്നെ കൃത്രിമത്വത്തോടെയായിരുന്നു ബാല ഈ പേപ്പർ ഒരുക്കിയത്. ഇതറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമൃത ഞെട്ടിപ്പോയി. അമൃത മാത്രമല്ല, ബാലയെ വിശ്വസിച്ചിരുന്നവരെല്ലാവരും ഞെട്ടി. ബാല ഇങ്ങനൊരു കള്ളം അതിൻ്റെ ഇടയിൽ ചെയ്യുമെന്ന് തീർച്ചയായും കരുതിയില്ല. ബാല ഇതൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നതെന്നാണോ പറഞ്ഞത്? തനിക്ക് മകൾ പാപ്പു എന്ന് പറഞ്ഞാൽ ജീവനാണ് എന്നാണ് ബാല എപ്പോഴും പറയാറുള്ളത്. ജീവനായി കരുതുന്ന തൻ്റെ മകളെയും അവളെ പറ്റിക്കാനാണോ നിങ്ങൾ തീരുമാനിച്ചിരുന്നത്? ഇങ്ങനെയാണോ നിങ്ങളുടെ നാട്ടിൽ അച്ഛന്മാരെല്ലാം പെരുമാറാറുള്ളത്? എങ്കിൽ നന്നായിരിക്കുന്നു. ഇങ്ങനെയാണ് കാണിച്ചതെങ്കിൽ ഇത്രയും നാടകം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെന്ന് മനസ്സിലാകുന്നുണ്ട്. ബാലയും അമൃതയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ആദ്യം മുതലേ പ്രേക്ഷകരെല്ലാവരും പിന്തുണച്ചിരുന്നത് ബാലയായിരുന്നു. അമൃത തെറ്റുകാരിയായിട്ടായിരുന്നു പ്രേക്ഷകരുടെ മുന്നിലേക്ക് എല്ലായിടത്തും എത്തിയിരുന്നത്. അതിന് കാരണം അമൃത തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമൃത ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അമൃത ആരുടെ മുന്നിലും തൻ്റെ കുറ്റം പറഞ്ഞ് എത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അമൃതയ്ക്ക് ഇപ്പോൾ ഒരു കാര്യവും പറയാനുള്ള അർഹതയുമില്ല എന്ന് വേണം പറയാൻ. അതെനിക്ക് മനസ്സിലാകുമെന്ന് അമൃത തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമൃത ആരെയും കുറ്റപ്പെടുത്തി എത്താത്തത് കൊണ്ടും അമൃതയുടെ ഭാഗത്ത് സ്വാഭാവികമായി കുറ്റം വന്നു. അതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.